ാണ് നമ്മുടെ പുതിയ വീട്. രാത്രി തന്നെ നമ്മുടെ റൂമിന്റെ വ്യൂ പുറത്തുനിന്ന് എടുക്കണമെന്നൊരു ആഗ്രഹം, അതുകൊണ്ട് ഇറങ്ങിയത് കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ചാനൽ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ റൂമിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഉള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നീറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് അതിന്റെ ആ തറ കിടക്കുന്നുണ്ട്, അത്രയ്ക്ക് നല്ല ഒരു എന്താ പറയാ, മറ്റേ ടച്ച് വുഡല്ല, തടിയുടെ ഒരു ടൈല് പോലത്തെ സാധനം വിരിച്ചിരിക്കുന്നത് അല്ലേ. നല്ല നീറ്റാകട്ടെ, നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തൊട്ട് കയറി വരുമ്പോൾ നമ്മുടെ ഡോർ ഇതാണ്. ഡോറ് അതെ, വലിച്ചു പൊക്കുന്ന സാധനം കേട്ടോ. വലിച്ചു പൊക്കുന്ന ജനല് തുറന്നിട്ടാലും കൊതുക് ഒന്ന് കയറിയാലോ. അപ്പൊ ഇതാണ്. പിന്നെ ടേബിൾ വെച്ചിട്ടുണ്ട്. ബെഡുണ്ട്. ബെഡെന്ന് വെച്ചാൽ നല്ല കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഡബിൾ കോട്ട് ബെഡ്. കുഞ്ഞിപ്പെണ്ണ് അവിടെ ഇരുന്ന് ഭയങ്കര കളിയാണ്. അവള് വന്നപ്പോൾ തൊട്ട് അതിന് മേളിൽ കയറി ഇരുന്ന് ഭയങ്കര കളി പരിപാടിയാണ്. അതെ, ഫാൻ വെച്ചിട്ടുണ്ട്. പിന്നെ TV ഉണ്ട്. അത് സാധനം റിമോട്ട് വെക്കാനുള്ള സാധനം അല്ലേ. അവളെ വേണേ എടുത്ത് കൈ പിടിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ എപ്പോഴും അങ്ങോട്ട് നോക്കി നിൽക്കേണ്ടി വരും. ഇപ്പോൾ അതുപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞ് ഈ സൈഡിൽ കുറേ സാധനങ്ങളെല്ലാം ആയിട്ട് ഒരു ടേബിള്. നമ്മുടെ അതെ കുഞ്ഞു കെറ്റിലുണ്ട്. ഒരു ഗ്ലാസ് ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ചായപ്പൊടി, പഞ്ചസാര ഒരു ടിന്നിനകത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചായപ്പൊടി, പാൽപ്പൊടിയും വെച്ചിട്ടുണ്ട്. 2 പ്ലേറ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞത് ഈ സൈഡിൽ TVയുടെ ഒരു ഭാഗം. പിന്നെ ഈ നിലത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയും ചെയ്യാം. അതിങ്ങനെ നോർത്ത് ബെഡ് പോലെ ആയി കിടക്കുക. അതെ, 3 പേരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇവിടെ ഒരാൾക്ക് ഇവിടെയും കിടക്കാം. അതിന് വേണ്ടി അലമാര, ഫുള്ള് ഗ്ലാസ്, നല്ല അലമാരയാണ്. ഇതിപ്പോൾ ഈ വീഡിയോയ്ക്ക് കാണുമ്പോൾ അതിൻ്റെ കളറും തോന്നുന്നു, പക്ഷെ ആ തടിയുടെ ആണ് കേട്ടോ. ആ കളറ് വെള്ള കളറാണ്, നീറ്റാണ് കേട്ടോ. നല്ല അതെ എല്ലാം അതിനകത്ത് നിറച്ചിട്ടുണ്ട്. പക്ഷെ നല്ല നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡോക്ടറുടെ ആണെന്നാണ് പറയുന്നത് അല്ലേ. ഡോക്ടറാണ് ഇവിടെ. അതെ, ഓണർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാരണം നമ്മൾ ആ ഓണറിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി ആൾ വന്നിട്ട് ഡോക്ടർ ഇല്ലെന്ന് പറഞ്ഞ് പോകുന്നത് കണ്ടായിരുന്നു. അവിടെ നിലത്തിരിക്കും കുഞ്ഞ്, നിലത്തിരുത്താം. നമ്മൾ പിള്ളേരെ തറയിൽ കൂടെ വിടണം, അവർക്ക് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ നീറ്റായിട്ടുള്ള സ്ഥലം മാത്രം നോക്കിയെടുക്കുന്നത്. കാരണം എല്ലാ ഹോട്ടലിലും ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു നീറ്റ്നെസ് ഉണ്ടാവത്തില്ല. തറ വിടാൻ നമുക്കത് കാല് പോലും നിലത്ത് ചവിട്ടാൻ തോന്നത്തില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അങ്ങനെയുള്ളത് നോക്കി സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഷ് ബേസിന്, അതെ, ജനലുണ്ട്. പിന്നെ അതാണ്ട് AC ഉണ്ട്. ടേബിളും ഒരു കസേരയും വെച്ചിട്ടുണ്ട്. പിന്നെയാണ് നമ്മുടെ ഇത് കിച്ചണിന്റെ ഇതിനകത്തേക്ക് കയറുന്നത്. അപ്പൊ ഇത് നമുക്കൊരു കിച്ചണും ഉണ്ട് കേട്ടോ. ഒരു കിച്ചണോടെ കൂടിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതുണ്ടോ, നല്ലൊരു കിച്ചണുണ്ട്. അവരുടെ തന്നെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്. വേണ്ട പാത്രങ്ങളൊക്കെ കുറെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട, എന്നാലും കുഴപ്പമില്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതെ, ഒരു ഗ്ലാസ് ഇട്ട് ഇത് മറച്ചേക്കും കേട്ടോ. ഈ സംഭവം കണ്ടോ, ഇതുണ്ട്. ഇങ്ങനെ അടയ്ക്കാം. അത് കിച്ചൺ നമുക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. ബാക്കി കാണിക്കാം. പിന്നെ ബാത്റൂം നല്ല നീറ്റ് ആയതുകൊണ്ട് ടൈലൊക്കെയാണ് നല്ല, നമുക്ക് അവിടെ ചെരുപ്പൊന്നും ഇവിടെ ധൈര്യമായിട്ട് ചവിട്ടാം. അത്രയ്ക്ക് നീറ്റായിട്ടാണ്. കാരണം വെള്ളം കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ടാകാതിരിക്കാൻ വേണ്ടി അവർ തന്ന ടവല് തന്നെ നമ്മളിവിടെ വിരിച്ചിട്ടേക്കും കേട്ടോ. കാരണം കുഞ്ഞിപ്പെണ്ണ് അവിടെ വല്ല കൈ കൊണ്ടൊക്കെ വന്ന് പിടിക്കുമ്പോൾ അവിടെ ഒരു ചവിട്ടി കിടപ്പുണ്ട്. നല്ല ചവിട്ടിയൊക്കെയാണ്, എന്നാലും കൊച്ചു കയറി കൈ കുത്തുന്നതുകൊണ്ട് അവിടെ നമ്മൾ മാറ്റായിരിക്കും. അതെ, കാര്യം നമ്മുടെ കാലയിലൊന്നും ഇല്ല. നമ്മൾ നീറ്റായിട്ട് നമ്മൾ ചെരുപ്പ് പോലും റൂമിൽ ഈ ഉള്ളിലേക്ക്, ഈ റൂം അതാണ് ഒരു പ്രത്യേകത. ചെരുപ്പ് നമ്മൾ റൂമിന്റെ വെളിയിലാണ് ഇടുന്നത് എന്നുള്ളതാണ്. റൂമിന്റെ പുറം കാണണം, അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതൊരു വീടിന്റെ ഒരു റൂം പോലെയാണ്. അത്രയും നീറ്റാക്കി ഇവർ സൂക്ഷിച്ചിട്ടുണ്ട്. അത്ര നല്ല വൃത്തിയുണ്ട് വീട്ടില്. ഹോട്ടലിലേക്ക് കയറി, ഹോട്ടൽ റൂം ഒക്കെ എടുത്ത് ഹോട്ടലിന്റെ ഉള്ളിലേക്ക് കയറി റൂമിന്റെ ഉള്ളിലേക്ക് കയറുന്ന പോലെയല്ല ഇതിനെ പുറത്ത്
പുറത്ത് ഒരുപാട് പ്ലാവ്, മരങ്ങള്, കുഞ്ഞു കുഞ്ഞു ചെടികള്. നമ്മള് അത് നമ്മൾ അതിന്റെ മുറ്റത്തുനിന്ന് നേരെ വരയ്ക്കാത്തോട്ട് കയറുന്ന പോലെ. അതെ, ചെരുപ്പിട അവിടെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം, അതിന് കുഴപ്പമില്ല. കാരണം നമ്മൾ ചെരുപ്പിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ തോന്നിയില്ല. കാരണം നമ്മളും പുറത്തോടൊക്കെ നടന്നിട്ട് വന്നിട്ട് അതെ നമ്മൾ തന്നെ വൃത്തികേടാക്കുന്നത് എങ്ങനെയാന്ന് ഓർത്തുകൊണ്ടാണ് ഇത് കണ്ടില്ല നടക്കുന്നത്. ഇയാൾ ഇവിടെ വന്ന് നടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരത്തേക്ക് ഒരു സന്തോഷമായത് കേട്ടോ. ഓ അന്നെ അന്നെ ഓ എന്റെ പൊന്നോ, ഇത്ര നേരം ഇരുന്നിട്ടേ അവക്കൊന്ന് ഓടി നടക്കാഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരുന്നു. ആ ഒരു വിഷമം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓടി പാഞ്ഞ് നടക്കുകയാണ് അന്നെ കുഞ്ഞ്. ഞങ്ങൾക്കായാലും അന്നക്കുട്ടിക്ക് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാന്നൊക്കെ വിചാരിച്ചൊരു ഇൻഡക്ഷനും പാനൊക്കെ കൊണ്ടാണ് വന്നത്. അതെ, ഇവിടെ അതിന്റെ ആവശ്യം ഈ റൂമിനകത്ത് ഒന്ന് കുത്താം. അപ്പോഴാണ് ഈ കിച്ചൺ കാണുന്നത്. കിച്ചൺ ഉണ്ടെന്ന് നമ്മൾ ഓർത്തില്ല. സത്യം പറഞ്ഞ റൂം ഞാൻ കയറി കണ്ടെങ്കിലും ഈ ഗ്ലാസ് ഇവിടെ കണ്ടു, പക്ഷെ കിച്ചൺ ഉണ്ടെന്ന് മങ്ങിയ ഗ്ലാസ്. ഞാൻ പെട്ടെന്ന് വേറെ ഒന്നും വിചാരിച്ചു നോക്കിയൊന്നും ഇല്ല. പിന്നെ കയറി നോക്കുമ്പോഴേ ഇതിനകത്ത് കിച്ചൺ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കും. അതെ അതെ, അതിനകത്ത് അവരുടെ ഇൻഡക്ഷൻ കുക്കറും പാത്രങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നോണ്ട് എന്തായാലും അത് നമുക്ക് സൗകര്യം. അതെ, അല്ല അപ്പൊ അത് ഓപ്പൺ ചെയ്താൽ പോലും നമുക്ക് നമ്മുടെ ഇൻഡക്ഷൻ കുത്താൻ പറ്റത്തില്ലായിരുന്നു. കാരണം അതിന്റെ പ്ലഗ് പോയിന്റ് വരും. അതെ അതെ, നമ്മുടെ നല്ല വാട്ട്സ് കൂടിയ സാധനമാണ്, നല്ല ഹെവി സാധനമാണിത്. അതുകൊണ്ട് വലിയ പ്ലഗ് വേണം. അത് മറ്റേ പവർ പ്ലഗ് ഇവിടെ ഇരിക്കുന്ന ഒക്കെ. പക്ഷെ ഇതിൽ കയറത്തില്ല. നമ്മുടെ വീട്ടിലുള്ള ആ ഒരു 1-2 എണ്ണത്തലേ ഒരെണ്ണത്തലേ അത് കയറുള്ളൂ, വേറെ ഒരിടത്തും കയറത്തില്ലത്. അതെ, അപ്പൊ നമ്മുടെ റൂമിന്റെ ഒരു ഫുള്ളായിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ലൈറ്റ് വെട്ടി ചെറുതായിട്ട് ഇല്ല. ഇതാണ് നമ്മുടെ റൂമിന്റെ ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ കേട്ടോ. അല്ല, വലിയ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയ്ക്ക് ഉള്ള ഈ റൂമാര്. നമ്മുടെ ഈ റൂമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പൈസയാണ് വരുന്നത്. 2250 രൂപയേ ഉള്ളൂ നമ്മുടെ ഈ റൂമിന്. സാധാരണ ഒരു ഹോട്ടലിൽ കയറി നല്ല നീറ്റായിട്ടൊരു റൂം എടുക്കണമെങ്കിൽ 4000-5000 റേറ്റ് ആവും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ഓക്കെ. കാരണം ഈ എറണാകുളം ടൗണിലാണ്, ആശ്രമ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ വാതിക്കലാണ്. അതെ, ഹോസ്പിറ്റലിലോട്ട് കയറുമ്പോൾ നടന്നു പോകാം. ഹോസ്പിറ്റൽ ശരിക്കും നാളെ നടന്നു പോയാലും മതിയല്ലേ വണ്ടി ഇട്ടിട്ട്. അവിടെ ചെന്നിട്ട് വണ്ടി ഇട്ട് തട്ടാൻ നിൽക്കണ്ടല്ലേ. ഈ താവട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് പോയാലും വണ്ടി നമുക്ക് വിളിച്ചിട്ട് പോയാൽ അതിന് ഫ്രണ്ടിൽ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, അകത്തോട്ട് കയറി പോയി കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ ഹോട്ടലുണ്ട്, അവിടേക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അതെ, അപ്പൊ എല്ലാം കൊണ്ട് ഒരു സൗകര്യോട് നോക്കിയാണ് നമ്മൾ ഇവിടെ തന്നെ എടുത്തത്. ഇപ്പം നാളെ ഇച്ചാനെ ഹോസ്പിറ്റലിൽ കാണിച്ച് എന്തെങ്കിലും ഒരു ചെറിയ താമസമൊക്കെ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാലോ. ഹോസ്പിറ്റലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ട. കൊച്ചിനെ കൊണ്ടായതുകൊണ്ട് ബുദ്ധിമുട്ടാവും. അവളെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുകയൊക്കെ ചെയ്യാലോ. അല്ലെ അവളെ ഈ പ്രത്യേകിച്ച് ഈ പാമ്പൊക്കെ ഇടുന്നതുകൊണ്ട് വീട്ടിലാണ് തുണി പാമ്പറല്ലേ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ഇവിടെ ആകുമ്പോൾ മറ്റേ പാമ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അതെ, ഇവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ. അങ്ങനെ എന്തായാലും സന്തോഷമായി. ഒരു പ്രശ്നവും ഇല്ലാതെ ഞങ്ങള് സേഫ് ആയിട്ട് കുഴപ്പമില്ലാതെ ഇവിടെ എത്തി. അതെ, അതെ, നാളത്തെ കാര്യങ്ങളെല്ലാം ഇനി ഭംഗിയായിട്ട് നടന്നാൽ മതി. വേറെ അതെ അതെ അതെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇതാണ് നമ്മുടെ എനിക്കൊരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഈ ഡോക്ടറെങ്കിലും തരുന്ന മരുന്നിച്ചാലും ഫലിച്ച ആ കൈവേദന ഒന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയാവുമ്പോ രക്ഷപ്പെട്ടില്ലേ. അതെ, ദൈവമേ. അങ്ങനെ എല്ലായിടത്തും അങ്ങനെ പ്രതീക്ഷിച്ചാണ് നമ്മൾ വരുന്നത്. കുറയണേ ദൈവമേ എന്ന് പ്രതീക്ഷിച്ചാണ് വരുന്നത്. അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ തന്നെ സെലക്ട് ചെയ്തത്. അതെ അതെ. എങ്കിലും ഒന്ന് കുറയട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട്. അയ്യോ അയ്യോ അയ്യോ, ഇതേ വണ്ടിയുടെ താക്കോൽ വേട്ട നടക്കുന്നത്. ഓണാക്കോ വണ്ടി ഓണാക്കോ, ഇറങ്ങി നോക്കണം. നമുക്ക് നമ്മുടെ ഇതിന്റെ വാതിക്കലാട്ടോ വണ്ടി കിടക്കുന്നത് കാണിക്കാം. പുറത്തേക്ക് ഇറങ്ങി നമുക്ക് എടുത്താലോ? ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഡോർ ലോക്ക് ചെയ്യുന്ന ഡോറൊക്കെ പ്രത്യേക ടൈപ്പിലാണ് അതിന്റെ ലോക്ക് എടുക്കുന്നത്. അത് ആദ്യം താഴ്ത്തുക അല്ലേ, താഴ്ത്ത് തുറന്നേ. ഉണ്ടോ, തുറന്ന് ലോക്ക് തുറന്നു. അതുപോലെ തന്നെ തുറന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതാണ്ടോ നമ്മുടെ വണ്ടി തേണ്ട കിടക്കുന്നത്. നമ്മുടെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന പോലെ വണ്ടി കിടക്കുന്നത് കേട്ടോ. അത്രയും നല്ലൊരു ഇതാ സ്റ്റെപ്പ് ഇതുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ചവിട്ടി ചെളിയാക്കിയത്, ചെറിയ പക്ഷേ അവിടം വരെ ഉള്ളൂ കേട്ടോ, അതിനപ്പുറത്തേക്കില്ല. ഇതുണ്ടോ വണ്ടി കിടക്കുന്നത്. നല്ല രസമാണ് ഈ പുറത്ത് കാണാനായിട്ട്.
ഇതുണ്ടോ? നല്ല രസം. നിങ്ങൾ ചെരുപ്പ് ഇനി എടുത്തിടണം. ഇതുണ്ടോ പുറത്തെ ഭാഗം? നാളെ നല്ലപോലെ ഇത് പുറം ഭാഗം നമുക്ക് വീഡിയോ എടുത്ത് പകല് കാണിക്കാം കേട്ടോ. ഇവിടെ ഒരു പ്ലാവൊക്കെ നിൽപ്പുണ്ട്. ഇതുണ്ട് പ്ലാവേല് കണ്ടോ, ചക്കയൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട്, അവിടെയും കുറേ റൂമുകളുണ്ട്. കുറേ ഇതിൻ്റെ നമ്മൾ ഈ നിൽക്കുന്ന ഈ താമസിച്ചേക്കുന്നതിന് മുകളിലുണ്ട്. അപ്പോൾ നല്ല അടിപൊളി. ഇത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ അന്നക്കുഞ്ഞിൻ്റെ കഴിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. കഴിപ്പ് ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല, കുളിച്ചു പോലില്ല, ഒന്നും ചെയ്തില്ല. ഫുഡ് കിട്ടാൻ ലേറ്റ് ആയാലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ വന്നിട്ട് വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കുകയാണ്. ഒരാൾ കഴിക്കുന്നത് കോട്ടയം വെജ് കുറുമേ, ഞാൻ ചപ്പാത്തി വെജ് കുറുമേ. അതാണ് ഞങ്ങളുടെ വൈകിട്ടത്തെ. രാത്രി തന്നെ നമ്മുടെ റൂമിൻ്റെ വ്യൂ പുറത്തുനിന്ന് എടുക്കണമെന്നൊരാഗ്രഹം, അതുകൊണ്ട് ഇറങ്ങിയത് കേട്ടോ. ഇത് അന്നെന്ന് വഴക്കുണ്ടാക്കല്ലേ, ഇതേ ഒരു ലൈറ്റ് കണ്ടുപിടി വാതിക്ക് തന്നെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തകിട് പോലത്തെ സാധനം വെച്ച് ഇതിൻ്റെ ഫിറ്റുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അകത്തുനിന്ന് ഫുള്ള് ടൈലാണ്, ടൈലൊട്ടിച്ചേക്കാണ്. അത് കാണിച്ചു തരാം കേട്ടോ. പുറത്ത് കണ്ടോണേ ഫുള്ള് ഒരു പ്രത്യേക സാധനം, ഒരു തകിട് പോലത്തെ സാധനത്തിലാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ബിൽഡിങ് മൊത്തം ഇവിടെ കണ്ടോ, കുറേ വേറെ വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ട്. കണ്ടോ കുറേ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. കുഞ്ഞി തൈപ്ലാവാണിത്. ആ പ്ലാവേക്കടെ നോക്കി ചക്ക എത്ര എണ്ണം ഉണ്ടായി കിടക്കുന്നു. അതുപോലെ ഇതെല്ലാം കുഞ്ഞു തൈപ്ലാവുകളാണ്. 3 തൈപ്ലാവാണ്, നിറച്ചും ചക്ക അതേ കൂടെ. ഗൈസ് നമ്മുടെ ഫോൺ ചൂടായിട്ട് നമ്മുടെ ലൈറ്റ് ഓഫ് ആയിപ്പോയി, അതുകൊണ്ട് ഈ സൈഡിലേക്കൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ ആണ്, അടിപൊളിയാണ് കേട്ടോ. ഹോം സ്റ്റേ എന്ന് പറഞ്ഞാലും അടിപൊളി സംഭവമാണ്, കിടിലൻ സംഭവം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു. 2 പേര് ചെടികളൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട്. മേളിലൊക്കെ, അതെ അതെ മേളിലൊക്കെ കൊള്ളാം, അടിപൊളി. ഇതാണ് നമ്മുടെ പുതിയ വീട്. ഇപ്പൊ തന്നെ രാത്രി കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂടുതലേ, നൈറ്റ് വ്യൂ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് കയറുന്ന ആ എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ നമ്മുടെ ഹോം ടൂർ, നമ്മുടെ ഒരു ദിവസത്തെ ഹോം ടൂറാണ് ഇന്നത്തെ ഞങ്ങളുടെ ഹോം ടൂറാണ് ഞങ്ങൾ കാണിച്ചത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എറണാകുളത്ത് നമ്മളെടുത്തേക്കുന്ന നമ്മുടെ സ്വന്തം അല്ല, നമ്മുടെ അതിനെന്നാ പറയുന്നത്, ഫ്ലാറ്റ് നമ്മൾ സ്വന്തമായിട്ട് മേടിച്ച് നമ്മുടെ യൂട്യൂബ് വരുമാനം കൊണ്ട് ഞങ്ങൾ വാങ്ങിയ ഫ്ലാറ്റിൻ്റെ ഹോം ടൂറാണ് നിങ്ങൾ കണ്ടതല്ലേ. ആഗ്രഹങ്ങളാണ് പറയുന്നത്. ഫ്ലാറ്റ് വാങ്ങാനല്ലേലും ആഗ്രഹിക്കുന്നില്ല. നമ്മളുള്ളത് കിടപ്പാട് എങ്ങനെയും കൊടുത്തിട്ട് എവിടെയെങ്കിലും ഒരു കുഞ്ഞ് വീട് വേണം എന്നുള്ള ആഗ്രഹമുള്ളൂ. സ്വപ്നമാണ് നല്ലൊരിടത്ത്, അത് ആഗ്രഹമാണ്. ആഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് നമ്മൾ. എന്തെങ്കിലും ഒരിക്കൽ ഇന്നല്ലേ നാളെ അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമെങ്കിലും നമ്മൾ സാധിക്കുമെന്ന് പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോവാണ്. നമുക്ക് ആഗ്രഹമാണ്, നമുക്ക് ആഗ്രഹിക്കുന്നതിന് പ്രത്യേകിച്ച് പൈസ മുടക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അതെ അതെ, എൻ്റെ കുഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ഞാൻ വാതിലടച്ചിട്ട് അകത്തോട്ട് കയറട്ടെ. അതെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ദുദായിട്ട് ആദ്യക്കൊടൊന്നുമില്ല, ദുദായിട്ട് പറയാം. അതെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ അവിടെ കിട്ടിയല്ലോ. ഓക്കെ, ബൈ. ഇതുണ്ട് അവിടെ എഴുതി വെച്ചേക്കുന്നത് പ്രത്യേകം ഡോറിൻ്റെ, അത് പ്രത്യേക രീതിയിലാണ് ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നത്. ലോക്ക് ആദ്യം മുകളിലേക്ക് പൊക്കിയത്. ഇതുണ്ട് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിടി മുകളിലേക്ക് ഉയർത്തുക, താക്കോൽ ഇടതുവശത്തേക്ക് തിരിക്കുക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേക രീതിയിലുള്ള, ഞാൻ കുറേ പണിതിട്ടൊന്നും ഉദ്ദേശിച്ച രീതിയിലൊന്നും കിട്ടുന്നില്ല, ചില പാടാ. അപ്പോൾ ഓക്കെ, ബൈ.